പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ ആലോചിക്കുകയായിരുന്നു, ആത്മഹത്യ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വയം ഊതിക്കെടുത്തുന്നത് പാപമല്ലേ? ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അതിന്റെ വേദന ശമിക്കല്ല ചെയ്യുന്നത്, അവർ സ്നേഹിക്കുന്ന ഹൃദയങ്ങളിലേക്ക് വേദന കൊളുത്തിയിടുകയാണ് ചെയ്യുന്നത്. സ്നേഹിക്കുന്നവരുടെ ഹൃദയം പിന്നെ എന്നും ആളി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അഗ്നി പോലെയാണ്. അവർക്ക് എന്നും നീറ്റലോടുകൂടി മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർ, മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും, ആരാണ് ഈ കടുംകൈ ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഇതിനെ കടുംകൈ എന്ന് നമ്മൾ വിളിക്കുന്നത്, അല്ലെ? അത് വലിയൊരു പാപം തന്നെയാണ് ശരിക്കും. അപ്പൊ കേരളം പല കാര്യത്തിലും നമ്മൾ പിന്നിലാണെങ്കിലും ആത്മഹത്യയുടെ പേരിൽ ഈ തൊഴിലില്ലായ്മ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ അതിൽ ഒന്നാം സ്ഥാനമാണ് നമുക്കുള്ളത്. കൂട്ടാത്മഹത്യക്ക് രണ്ടാം സ്ഥാനമാണ് ഇന്ത്യയിലുള്ളത്. അതേപോലെ സാധാരണഗതിയിലുള്ള എന്താ പറയാ, അങ്ങനെയുള്ള ആത്മഹത്യക്ക് മൂന്നാം സ്ഥാനമാണ്. അപ്പോൾ ഇത് പിന്നെ ഞാൻ പറയുന്നതല്ല. ഇതെന്താ വെച്ചാൽ നമ്മളെ ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ NCRB പറയുന്ന കണക്കാണ്. 2023 കണക്ക് പ്രകാരമാണ് ഇത്. അപ്പൊ 30.6 ആണ് നമ്മളുടെ നിരക്ക്. അത് ലക്ഷത്തിലാണ് കണക്ക് കൂട്ടുക. ലക്ഷത്തിൽ ഇത്ര ആള് എന്നാണ് ഈ ഇതിന്റെ ആത്മഹത്യയുടെ നിരക്ക് കണക്ക് കൂട്ടുന്നത്. അങ്ങനെയാണ്. അപ്പൊ ഇന്റർനെറ്റ് ഇന്നിപ്പോ നമുക്ക് എന്താ വെച്ചാൽ ഇന്നർ സ്ട്രെങ്ത് കുറവാണ്, അല്ലെ? നമ്മുടെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ചെറിയൊരു കാര്യം വന്നാൽ ആരെങ്കിലും ഒന്ന് ആസ്പത്രിയിലായാൽ മതി. ഒരു കുട്ടി, അവനവന്റെ കുട്ടിക്ക് ഒരു ഹോസ്പിറ്റലിലായാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും ആകെ പൊട്ടി തകർന്ന് ഒന്നിനും പറ്റാണ്ട് ഈ മൂലയിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മള് പ്രതിസന്ധികൾ വരുമ്പോ അതിനെ തരണം ചെയ്യാനുള്ള കരുത്ത്, അതുകൊണ്ടാണ് നമ്മൾ വായിക്കണം എന്ന് പറയുന്നത് കേട്ടോ. വായിക്കുമ്പം നമ്മൾ ഇന്നർ സ്ട്രെങ്ത് കൂടുക ചെയ്യുക. നമുക്ക് നേരെ വരുന്ന പരിക്കുകളെ നമുക്ക് തട്ടിത്തെറിപ്പിക്കാൻ പറ്റും. വായിക്കുന്ന ആളുകളൊന്നും അങ്ങനെ മരിക്കുന്ന കണ്ടിട്ടില്ല. ഒരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ടാവും നമുക്ക് വായിക്കുന്ന ആളുകൾക്ക്. അപ്പൊ ഈ ഇന്നർ സ്ട്രെങ്ത് ആണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഇപ്പൊ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മരിക്കണം എന്ന് വിചാരിക്കാത്ത ആളുണ്ടാവില്ല, അല്ലെ? ഞാനൊക്കെ ചെറുതാവുമ്പോഴാണ് മരിക്കണം എന്ന് ആഗ്രഹിച്ചത്. ചെറിയ കുട്ടിയാവുമ്പോ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ എല്ലാവർക്കും ഹിന്ദി അറിയാം. അപ്പൊ ഞാൻ 7ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് ഹിന്ദി പഠിക്കുന്നത്. അപ്പൊ ഒന്നും അറിയുന്നില്ല ഹിന്ദി. അപ്പൊ അവിടുന്ന് ഹിന്ദി UP സ്കൂളിന് പിന്നെ ഞാൻ ഹൈസ്കൂളിലേക്ക് പോയ സമയത്ത് ടീച്ചർ ക്ലാസ് എടുക്കുമ്പോ എനിക്ക് ഒന്നും അറിയുന്നില്ല, ഒരു വസ്തു അറിയുന്നില്ല. അപ്പൊ അങ്ങനെ ആവുമ്പോ എനിക്ക് മരിച്ചാ മതി എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ ട്യൂഷനൊക്കെ എടുത്തപ്പോ ഞാൻ ഹിന്ദിയിൽ എനിക്ക് അത്യാവശ്യം സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് പരിഹാരം ഏത് ചെറുപ്രായത്തിൽ പോലും കുട്ടിയൊക്കെ തോന്നും കേട്ടോ മരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയാൻ കാരണം. പിന്നെ എഴുതുമ്പോ എന്താ വെച്ചാല് നമ്മളെ ബലിപീഠത്തെ കിടത്തിയ മാതിരിയാണ് ഉണ്ടാവുക. നമ്മള് പിന്നെ നമ്മളെ ആരോ ബലിക്ക് വേണ്ടി കിടത്തിയ മാതിരി പീഠത്തിൽ കിടത്തിയ ഒരു അവസ്ഥയാണ് നമ്മൾ കഥയൊക്കെ എഴുതുമ്പോ ഉണ്ടാവുക. അതേപോലെ ചിലപ്പം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വാതിലടച്ച് കുറ്റിയിട്ടിട്ട് ഇരിക്കുമ്പോ ഉണ്ടാവുന്ന സംഭ്രമൊക്കെ എഴുതാനിരിക്കുമ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമ്മളെ ജീവൻ എടുത്തിട്ടുണ്ട്. ഇത് ജീവൻ പോയി കഴിഞ്ഞാൽ എന്താണ് കഥ? അപ്പം നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടല്ലേ? മൊബൈല്, ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ, ലക്ഷറി ലൈഫ്, കുട്ടികൾക്കൊക്കെ എന്തൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് എന്തോ ഇല്ലാന്ന് തോന്നുന്നു, എന്തോ ഒരു കുറവ്. അത് ബാഹ്യ വസ്തുക്കളെ കൊണ്ട് എത്താൻ പറ്റില്ല. അപ്പൊ നമ്മള് പിന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണും, പിന്നെ വലിയ വലിയ ഉയർച്ചയുള്ള ആളുകളെ കാണുന്നു. പക്ഷെ എനിക്ക് മാത്രം ഒന്നുമില്ല, എനിക്ക് മാത്രം ഉയർച്ചയില്ല, ഇങ്ങനെയൊക്കെ വിചാരിച്ച് പിന്നെ നിരാശപ്പെടുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന പോലെ തോന്നും. പിന്നെ നമുക്ക് സാമ്പത്തിക പ്രശ്നം, തൊഴിൽ നഷ്ടം, ഭാവിയെ കുറിച്ചിട്ടുള്ള ഭയം, ഇങ്ങനെ എന്തെന്ത് കാര്യങ്ങളുണ്ടല്ലേ ഒരാൾ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നാൻ വേണ്ടി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ പ്രണയ പരാജയം, പിന്നെ ജീവിതം അവസാനിച്ച പോലെ ഒരു തോന്നല്,
കുടുംബ വഴക്ക്, ആസന്നം അല്ല അവസാനം എന്താ പറയാ അവഗണന, മറ്റുള്ളവരെ അവഗണിക്കുക, മാനസിക പീഡനം, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പലരും വഞ്ചിക്കും, ചിലർ വഞ്ചിക്കുന്നത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പം പിന്നെ ആൾക്കാർക്ക് മരിക്കണമെന്ന് തോന്നുകയാണ് അല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ആങ്സൈറ്റി, ഡിപ്രഷൻ, അങ്ങനെ കാണാൻ കഴിയാത്ത മുറിവുകളുണ്ട് മനുഷ്യന്മാർക്ക്. ഈ മുറിവുകൾ എങ്ങനെയാണ് ഉണക്കുക? ഈ മുറിവിന് മരുന്നുണ്ടോ? ഈ ആളുകൾക്ക് മരിക്കാനല്ല ആഗ്രഹം, അവരുടെ വേദന ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ഭയങ്കരമായി നേറി 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 ജീവിക്കുമ്പോൾ ആ വേദന ഇല്ലാണ്ടാക്കുക, വേദനയിൽ നിന്നുള്ള മോചനമായിട്ടാണ് അവർ ആത്മഹത്യയെ കാണുന്നത്. പക്ഷെ ഒന്നറിയണം, പരിഹാരമില്ലാത്ത എന്ത് പ്രശ്നമുള്ളത് ഈ ലോകത്ത്? എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. നമുക്കിത് പണം നഷ്ടപ്പെട്ടു, അപ്പൊ എന്താണ്? പണം നഷ്ടപ്പെട്ടാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കടങ്ങളുണ്ട്, കടം വീട്ടാൻ പറ്റും. നമ്മൾ വിചാരിച്ച ഭാവിയുടെ ഭാരവും കൊണ്ടിട്ടാണ് ആളുകൾ ജീവിക്കുന്നത്. നാളെ എന്താണെന്ന് ആലോചിച്ചിട്ടാണ്. അപ്പോൾ ഇന്നാണ് നമ്മൾ തരണം ചെയ്യേണ്ടത് അല്ലേ. ഇപ്പൊ പ്രണയഭംഗം ഉണ്ടാവും, അപ്പൊ വേറെ ഇനി എന്തൊക്കെ ഉണ്ട്? ഒരാളിൽ മാത്രമാണോ ലോകം? അയാൾ പോയി കഴിഞ്ഞാൽ വേറെ ആള് വരും. അതാണ് ഇക്ബാല് പാടിയിട്ടുണ്ട്, ഇക്ക് നഷിമൻ ടൂട്ട് ഗയേ തോ ക്യാ ഗം. ഒരു കൂട് നഷ്ടപ്പെട്ട നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? നിനക്ക് പാർക്കാൻ ഈ ലോകത്ത് എത്ര എത്ര സ്ഥലങ്ങളുണ്ട്. അതാണ് ചോദിച്ചത്. അപ്പൊ പ്രണയിച്ചത് പിന്നെ അതേപോലെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അച്ഛനും അമ്മമാരും വളർത്തുന്ന കുട്ടികളുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഒരു സുഹൃത്തിന്റെ മകൻ എന്തിനാ മരിച്ചതെന്ന് അറിയുന്നില്ല. ആ കുട്ടി +2 അങ്ങനെ എന്തോ എത്തിയിട്ടുള്ളൂ. പക്ഷെ ആ +2 കാലത്ത് കൗമാരപ്രായത്തിൽ അവനൊരു പ്രണയം ഉണ്ടായിരുന്നു. അത് ഇവർ തിരിച്ചറിഞ്ഞു. ഈ കുട്ടിക്ക് പ്രണയം ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം ഇനിയൊന്നും ആ കുട്ടീനെ പറയാൻ ബാക്കില്ല, അത് നീ മരിച്ചാ മതി എന്ന് വരെ ആ കുട്ടീനോട് പറഞ്ഞു. അങ്ങനെ ഇയാള് വന്ന് നോക്കുമ്പോൾ ആ കുട്ടി ഹാങ് ചെയ്തു. അപ്പൊ അങ്ങനെ കുട്ടികളുടെ പ്രണയം, കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞാൽ ഇതൊന്നും നമ്മൾ ഒന്നും പറയാൻ പാടില്ല കേട്ടോ. അതിന് വേണ്ട പരിഹാരം നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ചികിത്സ തേടണം. ഒരു രാത്രിക്ക് ഒരു പകലുണ്ടാവും. എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയും, ഒരു രാത്രിക്ക് ഒരു പകലുണ്ടാവും കുട്ടി, ഒന്നും വിഷമിക്കേണ്ട പറയും. അപ്പൊ നമ്മൾ നാളെ ഇന്നിപ്പോ ഞാൻ ബാങ്കിലൊക്കെ ഉണ്ടാവുമ്പോ ഭയങ്കര മാനസിക പിരിമുറുക്കം ഉണ്ടാവും കേട്ടോ. അപ്പൊ ഞാൻ പിന്നെ അത് കഴിഞ്ഞാല് ആലോചിച്ച് നോക്കുമ്പോൾ, കുറേ കഴിഞ്ഞ് ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ എന്തിനാണ് ഇത്ര അധികം വിഷമിച്ചതെന്ന് ആലോചിക്കാറുണ്ട്. എന്തിനാ ഞാൻ ചെറിയ കാര്യത്തിനൊക്കെ ഇത്ര വിഷമിച്ചത് ആലോചിക്കാം. പക്ഷെ നമ്മൾ കാത്തിരിക്കണം. ആ കാത്തിരിക്കാനുള്ള ക്ഷമ നമുക്കില്ല. നാളെ നമുക്ക് നല്ലൊരു നാളെ വരും, അതിന് കാത്തിരിക്കണം. ചില ആളുകളൊക്കെ മരിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും, അയ്യോ അയാൾ എന്തിനാണ് ആ പണി ചെയ്തത്, അയ്യോ എന്തിനീ കടുങ്കൈ ചെയ്തു, അവൻ എന്തിനാ മരിച്ചത്, അല്ലെങ്കിൽ ആ പെൺകുട്ടി എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ആ സ്ത്രീ എന്തിനാ അങ്ങനെ ചെയ്തത്, എന്ത് പ്രശ്നമാണ് അവർക്ക് ഇതിന് മാത്രം ഉണ്ടായത്, ഒക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ. പക്ഷെ നമ്മള് അവന്റെ വേദന നമ്മൾ ആരെങ്കിലും കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ചിലർ സഹായം ചോദിക്കില്ല, അവരുടെ പെരുമാറ്റത്തിൽ മാറ്റം കാണും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പരവശമായിട്ടുള്ള സംഭാഷണം. അപ്പൊ നമ്മൾ എന്ത് ചോദിച്ചാൽ അത് അന്വേഷിക്കണം. എന്താണ് ഇവർക്ക്, നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. ഒറ്റപ്പെടൽ, അധികം ആൾക്കാർക്ക് ഒറ്റപ്പെടലാണ്. തങ്ങളെ കേൾക്കാൻ ആരുമില്ല എന്നുള്ളൊരു ചിന്ത. എന്നെ കേൾക്കാൻ ആരുമില്ലല്ലോ, എൻ്റെ സങ്കടം അറിയാൻ ആരുമില്ലല്ലോ. ആ സമയത്ത് നമ്മൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആളെ ഒന്ന് ഫോൺ ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്നൊരു കോള് വരിക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഹൃത്ത് വന്ന് നമ്മളെ ഒന്ന് കെട്ടിപ്പിടിക്കുക. പിന്നെ ഒരിക്കലും നമുക്ക് മരിക്കാൻ തോന്നില്ല കേട്ടോ. ആ ഒരു മൂഡ് മാറിപ്പോ. പക്ഷെ ആ സമയത്ത് ആരും ചെന്ന് പെടാത്തോണ്ടാണ് ആളുകൾ മരിച്ചെന്ന് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ ആത്മഹത്യ എന്ന് വെച്ചാല് തണല് പോലുള്ള, ഇപ്പൊ കോഴിക്കോട് തണൽ എന്ന് പറഞ്ഞ പ്രസ്ഥാനമുണ്ട്, അപ്പൊ സുരേഷ് കുമാർ നടത്തുന്നത്. അവര് ആത്മഹത്യ പ്രതിരോധമാണ്. നമ്പറുകളുണ്ട്. നമുക്ക് മരിക്കണം തോന്നുമ്പോൾ നമ്മൾ ആ നമ്പറിൽ വിളിക്കുക. അപ്പൊ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ സഹായം കിട്ടും. നമ്മളെ മനസ്സ് മാറ്റിയെടുക്കും അവര്. നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. അപ്പൊ ഈ ആത്മഹത്യാ പ്രതിരോധ പ്രസ്ഥാനങ്ങളുണ്ട്, ഫോൺ നമ്പർ ഉണ്ട്. ഇതൊന്നും ഒരു ദൗർബല്യമല്ല കേട്ടോ ആത്മഹത്യ ചെയ്യണം തോന്നുന്നത്. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയാൽ ധൈര്യം കിട്ടും. ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ പാടില്ല കേട്ടോ നിങ്ങൾ ആരും. കാരണം ഒരുപാട് ഹൃദയങ്ങൾ തകരും. അതുകൊണ്ട് ഈ ജീവിതം എത്ര മനോഹരാണെന്ന് ആലോചിച്ചുകൊണ്ട് നമ്മുടെ മറ്റുള്ളവർ നമ്മളെ സഹായിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ജീവിക്കാൻ സാധിക്കട്ടെ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.